ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. ചൊല്ലിക്കോളൂ, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. എന്റെ വിഷയങ്ങൾ ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നു. മക്കൾ പഠിക്കേണ്ട, എക്സാമിനിരിക്കുന്ന മക്കൾ പഠിക്കണം, നന്നായിട്ട് അധ്വാനിക്കണം. എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ, അല്ലാഹുവേ എന്നെ സഹായിക്കണേ, പടച്ചവനെ ഓർമ്മ തരണേ, പടച്ചവനെ വിജയം തരണേ. കച്ചവടക്കാർ നന്നായി അധ്വാനിക്കണം, കച്ചവടത്തിൽ ഇരിക്കുമ്പോൾ അല്ലാഹുവേ ലാഭം തരണേ, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. വീട്ടിലിരിക്കുന്ന ഉമ്മമാർ മക്കളെ സ്കൂളിലേക്ക് മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അല്ലാഹുവേ മരണപ്പാച്ചിലോടുന്ന റോഡിന്റെ വക്കിലൂടെയാണ് എന്റെ കൊച്ചുമക്കൾ നടന്നു പോകുന്നത്, പടച്ചവനെ കാക്കണേ, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹു മതിയായവനാണല്ലോ, എന്റെ മക്കളുടെ വിഷയം ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നു. ഉമ്മാർക്ക് പറയാം, ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാർക്ക് പിന്നാലെ ഭാര്യമാർക്ക് പറഞ്ഞൂടെ, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹുവിനെ ഏൽപ്പിച്ചു റബ്ബേ, ഞാൻ ഏൽപ്പിച്ചു. അവസാനിപ്പിക്കാൻ പോകുന്നു. ഇറാഖിലെ കൂഫയിൽ നിന്ന് ഹജ്ജ് ചെയ്യാൻ വന്ന ഒരു അലവി കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരൻ, സ്വാലിഹായ ഒരു മനുഷ്യൻ മക്കായിലേക്ക് വന്നു. ഹജ്ജ് കഴിഞ്ഞപ്പോ ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം അവസാനിക്കാറാകുമ്പോ ബഹുമാനപ്പെട്ട ഈ അലവി കുടുംബത്തിൽപ്പെട്ട സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ചെറുപ്പക്കാരൻ മിനായിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒരു വീട് വാടകയ്ക്ക് വാങ്ങി ഒരു റൂം എടുത്ത് ഇത് ലോക്ക് ചെയ്തു പോയിരുന്ന ആൾ തിരിച്ചു വന്നപ്പോൾ ആ വീട് തുറന്നു കിടക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ മുഴുവൻ സാധനങ്ങളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഭക്ഷണമുണ്ടവിടെ, വസ്ത്രമുണ്ടവിടെ, തിരിച്ചു പോകാനുള്ള സാമഗ്രികളുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടു. മക്കയിൽ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയൊക്കെ സംഭവിക്കാലോ. നഷ്ടപ്പെട്ടു പോയി, ബേജാറായി പോയി. പടച്ചവനെ എന്താണ് ചെയ്യുക? എന്ത് ചെയ്യും? അല്ലാഹുവേ എന്ത് ചെയ്യും? ഇറാഖിലേക്ക് കൂഫയിലേക്ക് തിരിച്ചെത്തണം. ഭക്ഷണം കഴിക്കാൻ പോലും കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥ. 3 ദിവസം പട്ടിണി കിടന്നു. ഹജ്ജ് കഴിഞ്ഞു വന്നിട്ടേ 3 ദിവസം പട്ടിണി കിടന്നു. 4ാമത്തെ ദിവസം ഞാൻ ആലോചിച്ചു പോയി. എന്റെ വല്ലിപ്പ പറഞ്ഞ വാക്ക് ഞാൻ ഓർത്തുപോയി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശന്ന് നടക്കുന്ന എന്റെ ഓർമ്മയിലേക്ക് ഇങ്ങനെ ഒരു ഹദീസ് ഓർമ്മ വന്നു. മാഉ സംസം ലിമാ ശുരിബല, മാഉ സംസം ലിമാ ശുരിബല. സംസം നിങ്ങൾ എന്തുദ്ദേശിച്ച് കുടിക്കുന്നുവോ അതിനുള്ളതാണ്. സംസം എന്തുദ്ദേശിച്ച് കുടിക്കുന്നുവോ അതിനുള്ളതാണ്. അല്ലാഹുവേ എന്റെ സാമഗ്രികൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, എന്റെ ബാഗ് നഷ്ടപ്പെട്ടു, എന്റെ പൈസ നഷ്ടപ്പെട്ടു, എന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു, ആരോ അത് കൊള്ളടിച്ചു കൊണ്ടുപോയി. വിശ്വസിച്ചേൽപ്പിച്ച റൂമാണ്, പൂട്ടെല്ലാം പൊട്ടിച്ചു കളഞ്ഞ് റൂം തുറന്നു കിടക്കുകയാണ്. ഞാൻ സംസം കുടിച്ചുകൊണ്ടിരിക്കെ നിയ്യത്ത് ചെയ്തു, അല്ലാഹുവേ പരിഹാരം കാണിച്ചു തരണം. ഹറമെന്നാണതേ, ഹറമെന്നാണ് ആ ചിന്ത. അദ്ദേഹം പറയുന്നത്, ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ കാലിൽ എന്തോ ഒന്ന് തട്ടി. ഞാനൊന്ന് എടുത്തു നോക്കുമ്പോൾ ഹമയാൻ എന്ന് പറഞ്ഞാൽ ഒരു ബാഗ്, പൈസലിട്ട് വെക്കുന്ന ബാഗാണ്. 1000 സ്വർണ്ണ നാണയങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട്. 1000 വെള്ളി നാണയല്ല, അത് ദിർഹം, ദീനാറാണ് സ്വർണ്ണ നാണയം. 1000 സ്വർണ്ണ നാണയം. അദ്ദേഹം അതെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതെനിക്ക് അനുവദിക്കപ്പെട്ടതല്ലല്ലോ, ഇതിന്റെ അവകാശി ആരാണെന്ന് വിളിച്ചു ചോദിക്കണം. കഅബാലയത്തിന്റെ മഖാം ഇബ്രാഹീമിന്റെ അരികെ ചെന്ന് ഒരു ദിവസം മുഴുവനും വിളിച്ചു പറഞ്ഞു, നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ പറയണേ, എന്റെ കയ്യിൽ ഒരു കീസ് കിട്ടിയിട്ടുണ്ട്, അതിൽ പൈസയുണ്ട്, കണക്ക് എത്രയാണെന്ന് കൃത്യമായി പറഞ്ഞാൽ ഞാൻ തരാം. ആരും വന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ പിറ്റേ ദിവസം സഫയിലും മർവയിലും കയറി നിന്ന് വിളിച്ചു പറഞ്ഞു, ആർക്കെങ്കിലും വല്ലത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ അരികത്തേക്ക് വരണം. ഇതിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കൽ എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഞാനൊന്നും എടുത്തില്ല, ഞാൻ തളർന്നിരിക്കുകയാണ്, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഞാൻ കഅബാലയത്തിന്റെ അരികത്ത് ചെന്ന ആളുകളോട് പറഞ്ഞു, ഇനി ഇത് വിളിച്ചു നടക്കാൻ ആരോഗ്യം എനിക്കില്ല. ആരെങ്കിലും വല്ലതും നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഖുറാസാനി, ഇറാനിന്റെ അങ്ങേയറ്റത്ത് നിന്ന് വന്ന, ഖുറാസാനിൽ നിന്ന് വന്ന ഒരാൾ ഇങ്ങനെ പറയുന്നു, എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം ഈ അലവിയായ ചെറുപ്പക്കാരനോട് ചെന്ന് ചോദിച്ചു, എത്രയാണെന്നറിയോ? അത് 1000 ദീനാർ, അതിന്റെ രൂപം ഇതാണ്, നിറം ഇതാണ്. പറഞ്ഞു നോക്കുമ്പോ ഈ പൈസയുടെ കിഴി ഇയാള് പറഞ്ഞു, അതേ കണക്ക് കൃത്യമാണ്. ഞാൻ പറഞ്ഞു, എന്റെ അടുത്തുണ്ട്, പക്ഷേ ഞാനിത് തന്നാൽ 100 ദീനാർ എനിക്ക് തരോ? തരൂല. 50 തരോ? തരൂല.
10 ദീനാർ തരുമോ? തരില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു 1 ദീനാർ തരുമോ എന്ന് ചോദിച്ചു. നമ്മൾ വിചാരിക്കും വല്ലാത്തൊരു മനുഷ്യനല്ല, 1000 കൊടുത്തിട്ടേ തിരിച്ചൊരു 100, 50 1 പോലും തരില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഈമാനൻ വഹ്തിസാബൻ, അള്ളാഹുവിന് കൂലി കിട്ടാൻ വേണ്ടി ഉദ്ദേശിച്ച് തരികയാണെങ്കിൽ തന്നോ, അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാ. അള്ളാഹുവിന് ഉദ്ദേശം ഉണ്ടെങ്കിൽ തന്നോ, ഞാൻ ഇതിന്ന് 5 പൈസ നിനക്ക് തരൂല. ഇവിടെ നഷ്ടപ്പെട്ട് തിരിച്ചു കൊടുക്കുമ്പോഴേ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകുമ്പോഴേ നമ്മൾക്ക് ഈ കഥന്റെ പൊരുൾ മനസ്സിലാവും. പടച്ചോനെ വല്ലാത്തൊരു പിഷ്ക്കെന്നെങ്കിലും പറയൂലേ നമ്മൾ മനസ്സിൽ. ഇദ്ദേഹം പിടിച്ചു വെച്ചു. അപ്പോൾ പറഞ്ഞു എന്നാ ശരി, എന്നാ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു പോയി അദ്ദേഹം. അപ്പോഴേക്കും യാ അല്ലാഹ്, ഞാൻ ഈ വാശി പിടിച്ചിട്ട് എന്താ കാര്യം? ഇയാളുടേതാണ് ഈ സ്വത്ത്, ഇയാൾ അള്ളാഹിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ ഞാനിത് പിടിച്ചു വെച്ചാൽ എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ലല്ലോ, അയാളുടെ സ്വത്ത് എങ്ങനെ ഞാൻ എടുക്കും? ഉടനെ വിളിച്ചു, യാ ഖുറാസാനി, കൊണ്ടുപോയിക്കോ, എനിക്കൊന്നും വേണ്ട, കൊണ്ടുപോയിക്കോ എന്ന്. ഇയാളത് കൊണ്ടുപോയി, ഒന്നും തിരിച്ചു കൊടുക്കാതെ കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വരുന്നു. അല്ല, നിങ്ങളുടെ പേരെന്താന്ന് ചോദിച്ചു ഈ അലവിയോട്. അദ്ദേഹം പറഞ്ഞു എന്തിനാ എന്റെ പേരൊക്കെ അറിയേണ്ട കാര്യം, എന്നാലും നിങ്ങളുടെ പേരെന്താ? ഞാൻ പറയൂലെന്ന്. ഉൻഷിദുക ബില്ലാഹ്, അള്ളാഹനെ വിചാരിച്ചൊന്ന് പറഞ്ഞു തരും, പേരെന്താ, നാടെവിടെയാ? ഇപ്പൊ ഞാൻ എന്റെ കഥ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. കഥ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ഇറാഖിൽ നിന്ന് വന്നതാണ്, നഷ്ടപ്പെട്ട എന്റെ റൂം ആരോ കുത്തിപ്പൊളിച്ചു കൊണ്ടുപോയി, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, ഞാനൊരു കാര്യം പറയട്ടെ, ഈ കിഴി നിങ്ങൾക്കുള്ളതാണ്. കഥ കണ്ട് കേട്ടുനോക്കുമ്പോഴേ എന്തേന്ന് ചോദിച്ചു. ഞാൻ ഇറാഖിൽ നിന്ന് പോരുമ്പോ ബസ്രയിൽ നിന്നൊരു മുതലാളി എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഹിജാസിൽ വെച്ച് എവിടെയെങ്കിലും ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹുസൈൻ തങ്ങളുടെ പരമ്പരയിൽ വരുന്ന ഏതെങ്കിലും ഒരു സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട ഫഖീറായ മിസ്കീനായ ഒരു മനുഷ്യനെ കണ്ടാൽ അയാൾക്ക് കൊടുത്തേക്കണം എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ച കിഴിയാണിത്. നിങ്ങളെക്കാളും ഈ ഗുണങ്ങൾ മുഴുവനും ഒത്തുചേർന്ന വേറെ ഒരാളെ ഞാൻ കാണുന്നില്ല, ഇത് നിങ്ങൾക്കാണെന്ന് പറഞ്ഞ് 1000 ദീനാറിന്റെ കിഴി ഈ കൂഫയിൽ നിന്ന് വന്ന അലവിയായ സഹോദരൻ കൊടുത്തത് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1000 ദീനാർ ഇയാൾക്ക് അല്ലാഹു എത്തിച്ചു കൊടുത്ത പോലെ, ആരോ ഒരാളുടെ കയ്യിലൂടെ പറഞ്ഞയച്ച പോലെ. ഒരു തങ്ങള് കുട്ടിക്ക് കൊടുക്കണം എന്നാ പറഞ്ഞു, ഇത് തങ്ങള് കുട്ടിയാണ്. ഹുസൈൻ ഇബ്നു അലി തങ്ങളുടെ പരമ്പരയിൽ വരുന്ന ആളാണ്, ഫഖീറാണ്, നഷ്ടപ്പെട്ട ആളാണ്, മിസ്കീനാണ്. ഈ ഗുണങ്ങൾ മുഴുവനും ഒത്തിണങ്ങിയ നിങ്ങൾക്ക് ഈ 1000-ൽ 5-ഓ 10-ഓ ഒന്നുമല്ല, ഇത് 1000-വും നിങ്ങൾക്കുള്ളതാണ്. ഹുവ ലക. അദ്ദേഹം പറഞ്ഞു അൽഹംദുലില്ലാഹ് ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. അല്ലാഹുവേ, നീ മതിയായവനാണ്. പ്രയാസങ്ങൾ വരുമ്പോൾ ആരുടെയൊക്കെയോ വഴിയിലൂടെ സഹായം എത്തിക്കുന്ന പടച്ചവനെ, തവക്കൽതു അലല്ലാഹ്, ഞാൻ നിന്നിലേക്ക് ബരമേൽപ്പിച്ചു റബ്ബേ. എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ മക്കൾ, എന്റെ സമ്പാദ്യം, ജോലി, കച്ചവടം, ആരോഗ്യമെല്ലാം നിന്നെ ബരമേൽപ്പിച്ചു പടച്ചവനെ. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ഇതാണ് ഞാൻ അവസാനമായി പഠിച്ചെടുത്ത പാഠമെന്ന് മഹാനായ ഹാത്തിമുൽ നസം തന്റെ ഗുരു ഷഖീഖുൽ ബൽഖിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ